നമസ്കാരം. രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ UDF പിടിച്ചെടുത്ത പാലാ നഗരസഭയിൽ വീണ്ടും മോഷണ വിവാദം പുകയുന്നു. കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസിനെതിരെ ഗുരുതരമായ മോഷണ പരാതിയുമായി നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം രംഗത്തെത്തിയതോടെ നഗരസഭയിലെ ഭരണകക്ഷി ബന്ധം പൂർണ്ണമായും തകർന്നു. ബിജു മാത്യൂസ് തന്റെ വിലപിടിപ്പുള്ള വാച്ചും ചെയർപേഴ്സന്റെ ചേംബറിലിരുന്ന ചില സീൽ ചെയ്ത രഹസ്യ ഫയലുകളും മോഷ്ടിച്ചെന്നാണ് ദിയ ബിനുവിന്റെ പരസ്യമായ ആരോപണം. ഈ അപ്രതീക്ഷിത വിവാദം പാലായിലെ UDF ഭരണത്തിന്റെ അടിത്തറയിളക്കിയിരിക്കുകയാണ്. നഗരസഭയിൽ ഭരണം നിലനിർത്താൻ UDFനെ താങ്ങി നിർത്തുന്ന പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ് നിലവിൽ ഭരണം നടക്കുന്നത്. എന്നാൽ ചെയർപേഴ്സന്റെ മോഷണ പരാതിക്ക് പിന്നാലെ ഈ 3 സ്വതന്ത്ര കൗൺസിലർമാരും ടീം UDF എന്ന ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒന്നിച്ച് ലെഫ്റ്റ് അടിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ നഗരസഭയിലെ UDF ഭരണം എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനുള്ളിലെ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് പാലാ നഗരസഭയെ പിടിച്ചുകുലുക്കിയ പുതിയ നാടകീയ സംഭവങ്ങൾക്ക് തുടക്കമിട്ടത്. തന്നെ ചെയർപേഴ്സന്റെ പിതാവും മുതിർന്ന നേതാവുമായ ബിനു പുളിക്കക്കണ്ടം മർദ്ദിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മഹസർ തയ്യാറാക്കാനായി ബിജു മാത്യൂസിനൊപ്പം ചെയർപേഴ്സന്റെ ചേംബറിൽ പരിശോധനയ്ക്കെത്തിയ സമയത്താണ് വിലപിടിപ്പുള്ള വാച്ച് മോഷണം പോയതായി ദിയ ബിനു ആരോപിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ഉറച്ച കോട്ടയായി പാലായിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള UDF സംസ്ഥാന നേതാക്കൾ നേരിട്ടിടപെട്ടാണ് സ്വതന്ത്രരുടെ കൂട്ടുപിടിച്ച് ഭരണം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ തങ്ങൾ അഭിമാന പോരാട്ടമായി കണ്ട പാലാ നഗരസഭയിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനായില്ലെങ്കിൽ അത് സംസ്ഥാന തലത്തിൽ തന്നെ UDFന് വലിയ രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കും. ഏതെങ്കിലും തരത്തിൽ അടിയന്തര ചർച്ചകളിലൂടെ ഈ തർക്കങ്ങൾ പരിഹരിക്കാനാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ തീവ്ര ശ്രമം നടത്തുന്നത്. എന്നാൽ ഭരണകക്ഷിയിലെ തർക്കം പരിഹരിക്കപ്പെടാത്ത പക്ഷം നഗരസഭയിലെ ഭരണം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട് തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനും കൗൺസിലർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെടാനുമാണ് പുളിക്കക്കണ്ടം കുടുംബത്തിലെ തീരുമാനം. ഭരണപരമായ സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ KPCC നേതൃത്വത്തിന്റെ ഇടപെടൽ സഹായിക്കുമെന്ന് UDF നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കൗൺസിലർമാർ തമ്മിലുള്ള വ്യക്തിപരമായ ശത്രുത ഇതിന് വലിയ തടസ്സമാകുന്നുണ്ട്. അതേസമയം പാലാ നഗരസഭയിലെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ട പാലാ ഭരണം തിരികെ പിടിക്കാനുള്ള സുവർണ അവസരമായാണ് ഇടതുമുന്നണി ഈ ആഭ്യന്തര കലഹത്തെ കാണുന്നത്. UDF ക്യാമ്പിലെ വിള്ളൽ പരമാവധി മുതലാക്കാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ LDF തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. നഗരസഭയിൽ ഭരണം തിരിച്ചുപിടിക്കാൻ സാധിച്ചാൽ അത് പാലായിൽ തങ്ങൾക്കുണ്ടായ രാഷ്ട്രീയ തിരിച്ചടിക്ക് ശക്തമായ മറുപടിയാകുമെന്ന് ജോസ് കെ മാണി കണക്കുകൂട്ടുന്നു. UDFിലെ അടിയന്തര ചർച്ചകൾ പരാജയപ്പെടുന്ന പക്ഷം എപ്പോൾ വേണമെങ്കിലും CPM ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാനാണ് സാധ്യത. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച 3 സ്വതന്ത്ര കൗൺസിലർമാരെയും ഒപ്പം നിർത്തി നഗരസഭയിൽ ഭരണം പിടിക്കാൻ CPM പ്രാദേശിക നേതൃത്വം നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. CPM പിന്തുണയുടെ മകളെ ചെയർമാനായി നിലനിർത്താനാണ് പുളിക്കക്കണ്ടം ആഗ്രഹിക്കുന്നത്. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ഇതാദ്യമായല്ല മോഷണ വിവാദങ്ങൾ രാഷ്ട്രീയ ആയുധമാകുന്നതും ശ്രദ്ധേയം. മുൻപ് സമാനമായ രീതിയിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ കസേരയും ഫയലുകളും മോഷ്ടിച്ചെന്ന പേരിൽ പരസ്യമായ തെരുവ് യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പുതിയ വാച്ച് മോഷണ വിവാദവും ആ പഴയ നാണക്കേടിന്റെ ആവർത്തനമായാണ് പാലായിലെ പൊതുജനം വിലയിരുത്തുന്നത്.